ഇന്നത്തെ വ്ളോഗ് ഒരു സംഗീത് ഫംഗ്ഷൻ്റെ വ്ളോഗാണ്. കുറച്ച് ദൂരെ എത്താനുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മെട്രോ വഴി പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ യെല്ലോ ലൈനിലാണ് കയറിയത്, അതുകൊണ്ട് തന്നെ അത് മാറി കയറണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മജസ്റ്റിക്കിൽ ഇറങ്ങി, അത് മാറി കയറി. മെട്രോ വരുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മെട്രോ കയറി എനിക്ക് സുഖമായിട്ട് ഇനി ഇരിക്കാമല്ലോ. പക്ഷേ വന്നപ്പോഴല്ലേ മനസ്സിലായത് നല്ല റഷായിരുന്നു. എങ്ങനെയോ ഞങ്ങൾ 3 പേരും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ്. അത്രയും നല്ല തിരക്കായിരുന്നു. തിരക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ട്രെയിനിൽ പോകാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ എത്തണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. ആ തിരക്കിലും ഞങ്ങൾ കയറി. നല്ല തിരക്കായതുകൊണ്ട് ആദ്യം സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കിട്ടി. പക്ഷേ കിട്ടിയപ്പോഴേക്ക് ഇറങ്ങാനുള്ള സമയമായി. മെട്രോ ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ഊബർ വിളിച്ചു. അവിടെ നിന്നും കുറേ പോകാനുണ്ടായിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരുന്നു. ഊബറിൽ ഞങ്ങൾ 2 മണിക്കൂറൊക്കെ എത്തി ആ ഡെസ്റ്റിനേഷനിലൊന്ന് എത്താൻ വേണ്ടി. നല്ല അടിപൊളി ഒരു പ്ലേസിൽ വെച്ചിട്ടായിരുന്നു സംഗീത് ഫംഗ്ഷൻ. കയറി വരുമ്പോൾ തന്നെ നല്ല സൂപ്പർ ആംബിയൻസ് ആയിരുന്നു. ഇവരൊക്കെ എൻ്റെ കൊളീഗ്സാണ്. അവിടെ നിന്ന് നേരെ കയറുമ്പോൾ ഞങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. എക്സാക്ട്ലി ഇതെന്താണെന്ന് എനിക്കറിയില്ല, ബട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി. ഞങ്ങളെത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് എൻട്രി ചെയ്തത്. സംഗീത് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അവരുടെ ഡാൻസും പാട്ടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം അതൊക്കെ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. എന്തായാലും അവരുടെ ഡാൻസ് 2 പേരുടെയും സെപ്പറേറ്റ് ഡാൻസ് ഉണ്ടായിരുന്നു. അവരുടെ കപ്പിൾ ഡാൻസ് ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി ഡാൻസ് ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തതായിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതായിക്കോട്ടെ, എല്ലാം നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലതരം ഫുഡുകളുണ്ടായിരുന്നു. അതുകൂടാതെ മെയിൻ കോഴ്സായിട്ടും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു, കേക്ക്സ് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നന്നായിട്ട് ഫുഡ് അടിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇതൊന്നും കൂടാണ്ട് കോക്ടെയിലും മോക്ടെയിൽസും ഒക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവരാണ് എൻ്റെ ബെസ്റ്റ് ബഡീസ്, പ്രിയാൻഷി, സുകന്യ. കിട്ടിയതൊന്നും തീരെ വേസ്റ്റാക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും പോയി എല്ലാമൊന്നും ട്രൈ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ചു വന്നുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 2 പേരും ഒരു സംഗീത് ഫംഗ്ഷന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കുറയാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടെല്ലാം ഞങ്ങൾ കണ്ടു മാത്രമല്ല നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. എൻ്റെ ഫേവറേറ്റ് DBC ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫുഡെല്ലാം കഴിച്ച് എൻ്റെ വയറൊക്കെ നല്ല ഫുള്ളായിരുന്നു. അതിനുശേഷം വന്ന് DBC കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ഫുള്ളായതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്നത്ര കഴിക്കാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ കഴിച്ചു, ബട്ട് ഞാൻ ഉദ്ദേശിച്ചത്ര അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡാണ്. പറ്റാവുന്നത്രയൊക്കെ ഞാനെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. മോക്ടെയിൽ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെക്കാം. അത് കണ്ടപ്പോൾ എനിക്കൊരു കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫോട്ടോ സെഷനിലേക്ക് പോയി. ഓരോരുത്തരും ഓരോ ഭാഗത്ത് പോയി ഫോട്ടോ എടുക്കലായിരുന്നു പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഞങ്ങളൊരു മോക്ടെയിൽ ട്രൈ ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് മോക്ടെയിലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ നല്ല ടയേർഡായി. പിന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നായി. അപ്പം തന്നെ ഊബർ വിളിച്ചു. ബുക്ക് ചെയ്ത് ഊബർ വരാൻ കുറച്ച് ടൈം എടുത്തു. പക്ഷെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, കുറേ ഫോട്ടോസ് പിന്നെയും പോയി എടുത്തു.
ഞങ്ങൾ 7 സീറ്റർ ബുക്ക് ചെയ്തത്, കാരണം ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഓരോ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി.